അടിപൊളിയായിരുന്നു. കുറേ ഓർമ്മകൾ ഭയങ്കര രസമുണ്ടായിരുന്നു സ്ക്രീനിൽ കാണാൻ. പണ്ട് സ്ക്രീനിൽ കണ്ടതിൻ്റെ ഓർമ്മകൾ കഴിഞ്ഞു മാഞ്ഞു പോകുന്നതിന് അടുത്തൊരു ഇതുമാണ്. അടിപൊളിയായിരുന്നു. പ്രേക്ഷകരാരും കാണാത്ത സിനിമയോ അറിയാത്ത കഥയൊന്നുമല്ല. അത് എൻജോയ് ചെയ്തവർ, ആ പടം അന്ന് എൻജോയ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും വീണ്ടും ഒരു ബിഗ് സ്ക്രീൻ അനുഭവമുണ്ട്. വീണ്ടും ആ കഥയും ആ കഥാപാത്രങ്ങളും ആ സംഗീതമൊക്കെ ആയിട്ട് വീണ്ടും ഒന്നുകൂടെ 2.5 മണി. എനിക്ക് 58 വയസ്സായി. ഇപ്പോഴും അതേ വികാരത്തോടെ കരഞ്ഞോണ്ടാണ് ഇറങ്ങുന്നത്. സൂപ്പർ. ഇപ്പൊ ഞാൻ പറയാൻ മാത്രമേ അത്രക്ക് ഫീലിംഗ് ആയി പോയി. അതിന്റെ ഓരോ സീനും ഇപ്പൊ കണ്ടപ്പോ നല്ല അടിപൊളിയായിട്ട് അത് പൈസ എടുത്തിട്ടുണ്ട്. ഇവര് എടുത്താൽ ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂലേ ഇപ്പോഴത്തെ ഫീലിംഗ്. അതായത് അതിന്റെ ഓരോ മൂമെന്റ്സും ഓരോ എന്താ ഇതിന് പറയാൻ പറ്റിയ മാത്രമേ മലയാള സിനിമയില് ഇനി ഇങ്ങനത്തെ പടങ്ങൾ വരുമോ എന്ന് നമുക്ക് ചിന്തിക്കുന്നുണ്ട്. അന്ന് കണ്ട അധികം ഓർമ്മകളില്ലല്ലോ. ഇപ്പൊ കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കരഞ്ഞു. ഇന്ന് എല്ലാവരും കരഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര ആ ഒരു ഇതിപ്പം മറന്നില്ല. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ പണ്ട് തിയേറ്ററിൽ കണ്ട പടമാണോ? എങ്ങനെയുണ്ട് അമ്മരം അവിടെ കണ്ടു പടം വീണ്ടും തിയേറ്ററിൽ കണ്ട എങ്ങനെയുണ്ട്? ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് തവണ കണ്ട പടമാണ്. തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? തിയേറ്റർ കണ്ടില്ല, അതുകൊണ്ടാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നത്. നമ്മള് സ്ക്രീനിൽ വളരെ എന്താ പറയുക, വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു പ്രിന്റ് മാത്രമേ ടി വിയിൽ പോലും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബിഗ് സ്ക്രീനിൽ അത് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. മുരളിയുടെ ആയിരുന്നാലും മത്സാന്റെ ആയിരുന്നാലും മമ്മൂക്കയുടെ ആയിരുന്നാലും അഭിനയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ രസമുണ്ട്. പിന്നെ ഭരതസാന്റെ ഡയറക്ഷൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മോനെ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഞാൻ ഇതിന്റെ സെയിം ഏജിലാണ് ഞാൻ കാണുന്നത്. നല്ല സൂപ്പർ അഭിനയം എല്ലാവരും. നല്ല എല്ലാം നല്ല സാറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് വീണ്ടും പുതിയ സാങ്കേതിക വിദ്യയോടൊപ്പം കാണുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാ സാർ? അന്നെടുത്ത ഫ്രെയിമുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു മനസ്സിലേക്ക്. ബാബു സാർ എങ്ങനെ ഫീലിംഗ്? പഴയ ഓർമ്മകളല്ലേ ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ 35 വർഷം ഇനിയും അല്ലേ പറയണ്ട, ഇനി ഞാൻ ജീവിക്കും. അവരും ജീവിക്കും തീർച്ചയായിട്ടും. മലയാളികൾ എല്ലാ കാലത്തോളം ജീവിക്കും. അന്നത്തെ ഫോട്ടോഗ്രാഫി പിന്നെ വാങ്ങിച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മലയാളത്തിന് നല്ലൊരു സമ്മാനം അന്ന് നൽകിയത് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ സിനിമ